അതിന്റെ ഭാഗമാണ്. ഷാഫി വേഷം എന്നൊക്കെ പറയുന്നത് റഹീമാണ്. റഹീം പിന്നെ ഏതർത്ഥത്തിലാണ് അത്? അപ്പൊ റഹീമിനെ പോലത്തെ ചാവേറുകളെയാണ് CPM അതിനുവേണ്ടി ഉപയോഗിക്കുക. കാരണം അവന്റെ പേര് റഹീമാണ്. ഇതെന്തൊരു അപകടമാണ്. ഒരു ഷാജി നേരത്തെ വിഷമാണ്, ഇപ്പൊ ഷാഫിയും കൂടി വിഷമായി. അതെ അതെ. ഞാൻ പിന്നെ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന രസമുള്ള ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാല്, കാഫിറെ നീ എന്താണ് വൈകിയത്, സിറാത്തിന്റെ പാലം നേരത്തെ വന്നല്ലോ എന്നാണ്. ആ സിറാത്തിന്റെ പാലത്തിന്റെ ആള് ഞാനാണ്. ഞാൻ സിറാത്ത് പാലം പിന്നെ ഞാൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് സിറാത്ത് പാലം എന്നേ പറയുള്ളൂ. മീഡിയക്കാരോട് ഞാൻ പറയാം, സിറാത്ത് പാലം എന്നാ പറയാ. സിറാത്തിന്റെ പാലം എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു സ്ഥിരം എന്താ നമ്മളെ ഊരാളുങ്കലിന്റെ പാലം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പാലം ഇസ്ലാമിലില്ല. സിറാത്ത് പാലം എന്നേ ഇസ്ലാമിലുള്ളൂ, സിറാത്തിന്റെ പാലം എന്നില്ല. അത് ഒരു വിശ്വാസിക്ക് അറിയാം, ഈ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് അറിയില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ എഴുതിയത്. അതുപോലെയാണ് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം. നിങ്ങൾക്ക് എഴുത്തും വായനക്കുള്ള ആളുകളല്ലേ, നിങ്ങൾ പരിശോധിക്ക്. കേരളത്തിൽ വന്നിട്ടുള്ള നാടകങ്ങൾ, സിനിമകൾ ഒക്കെ ലെഫ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളിലാണ് ഈ കാഫിർ എന്ന് പറയുന്ന വിളിയുള്ളത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു വയലിൽ എത്രയോ വയലുകൾ നടക്കുന്നുണ്ട്, മതപ്രബോധനങ്ങൾ നടക്കുന്നുണ്ട്, പ്രസംഗങ്ങളുണ്ട്. അതിലൊരു വിശ്വാസി അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് എനിക്ക് എന്റെ ഓർമ്മയിലില്ല, ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ കേട്ടിട്ടില്ല. ഇത് ഏറ്റവും മിനിമം CPMകാര് കരീമിനോടൊന്നും അല്ലാത്ത മുസ്ലിങ്ങളും അതിനകത്ത് ഉണ്ടാവും, പെട്ടുപോയ ഏതെങ്കിലുമൊക്കെ പിന്നെ ഉമർ ഫൈസിനെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും. എന്ത് അങ്ങനെ പറയലില്ല മുസ്ലിങ്ങൾ, സിറാത്തിന്റെ പാലല്ല. അപ്പൊ ഈ നോട്ടീസൊക്കെ അടിക്കുന്നതിന് മുമ്പ് CPMകാർ ദയവ് ചെയ്തിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും വിശ്വാസികളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതാവും നന്നാവുക. അല്ലാതെ ഇങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ ഭാഗമാണ്. ഷാഫി വേഷം എന്നൊക്കെ പറയുന്നത് റഹീമാണ്. റഹീം പിന്നെ ഏതർത്ഥത്തിലാണ് അത്? അപ്പൊ റഹീമിനെ പോലത്തെ ചാവേറുകളെയാണ് CPM അതിനുവേണ്ടി ഉപയോഗിക്കുക. കാരണം അവന്റെ പേര് റഹീമാണ്. ഇതെന്തൊരു അപകടമാണ്. ഒരു പേര് പിന്നെ എന്റെ പേരിൽ വടകരയിൽ പിന്നെ ഉണ്ണിത്താൻ വരുമ്പോ, വടകരയിൽ പിന്നെ മുരളി വരുമ്പോ, അതല്ലെങ്കിൽ നമ്മളുടെ പിന്നെ എന്താ അതിന് മുമ്പ് പിന്നെ നമ്മുടെ നേതാവ് മുല്ലപ്പള്ളി മത്സരിക്കുമ്പോ അപ്പോഴൊന്നും ഇല്ലാത്തൊരു വികാരം ഷാഫി വരുമ്പോൾ ഉണ്ടാവുന്നു. ഇതിലൊരു രസമുള്ള കാര്യം എന്താ വെച്ചാൽ, ഇത് പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ രാഹുൽ ഗാന്ധി വരുമ്പോ പച്ചക്കൊടി ഉയർത്തിയില്ല, ലീഗുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ്. വടകരയിൽ പറയുന്നു ലീഗുകാർ മുഴുവൻ കൊടി ഉയർത്തിക്കുന്നു, കോൺഗ്രസുകാരെ നിങ്ങൾ ലജ്ജിക്കുക എന്നാണ്. എന്ത് തരം രാഷ്ട്രീയമാണ്? 1 കിലോമീറ്ററിനകത്താണ് ഈ വൈരുദ്ധ്യം ഇവർ പറയുന്നത്. ഈ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന CPMനെ പിന്തുണച്ചുകൊണ്ട് സമസ്തയുടെ മുഷാവർ അംഗം ഉമർ ഫൈസി തുടർച്ചയായി നടന്ന പ്രതികരണങ്ങൾ, അതിനെതിരെ MSFന്റെ നേതാവ് CK നജാഫ് ഒരു വിമർശനമായിട്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇലക്ഷനിൽ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അതിനെങ്ങനെ നോക്കിക്കാണും? അദ്ദേഹം ഒരു പണ്ഡിത സഭയിലെ അംഗമാണ്. ഞാനതൊന്നും നോക്കി കാണുന്നില്ല, ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ കുറെ തരത്തിലുള്ള അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീഴുന്നില്ല. ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ? ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് മാത്രമേ ഇടപെടുള്ളൂ, വേറെ ആളെ ഞങ്ങൾ സംഭവിക്കില്ല. ഇപ്പൊ പിന്നെ മുസ്ലിം ലീഗിന്റെ പിന്നെ സെക്രട്ടറിനെ പിന്നെ മാറ്റണോ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാവണോ, അതിനൊരു കൌൺസിൽ ഉണ്ട്. അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത്. പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം, അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുള്ളൂ, കാര്യമായിട്ട് നിർക്കൂല. അല്ല, CPMന് അവരുടെയൊക്കെ ഉപദേശം എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക, പിന്നെ സിറാത്തിന്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ, കാഫർ എന്ന് പറയുന്നതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവരോടൊക്കെ ചോദിക്കാം. കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ വരുന്നില്ല. അത് വോട്ടെണ്ണി തീരുമാനിക്കാം. നമുക്ക് മെജോറിറ്റി എവിടെ ഉണ്ട്, പിന്നെ ന്യൂനപക്ഷം എവിടെ ഉണ്ടെന്നൊക്കെ നമുക്ക്